1948 കോഴിക്കോട്ടെ PK ബ്രദേഴ്സ് പ്രസിദ്ധീകരിച്ച പള്ളിയാൽ മൊയ്തു ഹാജിയുടെ ഞാൻ കണ്ട അറേബ്യ എന്ന പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് അല്ലെങ്കിൽ പുനഃപ്രസിദ്ധീകരിച്ച പതിപ്പാണിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഹജ്ജ് യാത്രാ വിവരണ ഗ്രന്ഥം എന്ന് പോലും പറയാവുന്ന ഒരു പുസ്തകമാണ് ഇത്. ഈ പുസ്തകം വളരെ മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ PK ബ്രദേഴ്സ് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു കോപ്പി കയ്യിൽ വരാനും അത് വായിക്കാനും സാഹചര്യമുണ്ടായ ഒരാളാണ് ഞാൻ. ആ പുസ്തകത്തിൻ്റെ കോപ്പി പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അന്ന് മുതലേ ഈ പുസ്തകം ഒന്ന് പുനഃപ്രസിദ്ധീകരിച്ച് കാണാനുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് മൊയ്തു ഹാജിയുടെ മക്കളുടെയും കുടുംബക്കാരുടെയൊക്കെ ശ്രമഫലമായി മാതൃഭൂമി ബുക്സ് തന്നെ ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ കുറിച്ച് ഡോക്ടർ ബാവ പാലുകുന്ന് എഴുതിയ ഒരു പഠനം, NP ഹാഫിസ് മുഹമ്മദ് എഴുതിയ ഒരു ആമുഖം, ഈ പുസ്തകത്തെക്കുറിച്ച് ഈ പുസ്തകം പുറത്തു വന്നതിന് ശേഷം പലരും നടത്തിയിട്ടുള്ള വിശകലനങ്ങളൊക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. പക്ഷെ മൊയ്തു ഹാജിയുടെ ഒരു കുടുംബക്കാരൻ എന്ന നിലക്ക് കൂടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലക്ക് കൂടി ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി എന്ന് പറയാവുന്നത് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയവുമാണ്. 1946 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നടത്തിയ ഈ യാത്രയിൽ ഈ പുസ്തകത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയം നിലനിൽക്കേണ്ടതിനെക്കുറിച്ചും എത്ര അവഗാഹത്തോടു കൂടിയാണ് മൊയ്തു ഹാജി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മൊയ്തു ഹാജി എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹജ്ജ് യാത്രക്കിടയിലാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിം വ്യക്തിത്വങ്ങൾ, മുസ്ലിം നേതാക്കന്മാർ മക്കയിൽ സമ്മേളിച്ച് ഒരു ആഗോള മുസ്ലിം സമ്മേളനം നടത്തണം എന്ന ഒരു നിർദ്ദേശം മൊയ്തു ഹാജിയുടെയും അദ്ദേഹം പരിചയപ്പെട്ട പല പ്രമുഖരുടെയും ഇടയിൽ നിന്ന് ഉണ്ടാകുന്നത്. ആ നിർദ്ദേശത്തോട് അന്നത്തെ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വിയോജിക്കുകയാണ്. ആ നിർദ്ദേശത്തോട് അവർ വിയോജിക്കാനുള്ള കാരണം, ഒരു രാഷ്ട്രീയ വേദിയായി ഹജ്ജ് സമ്മേളനത്തെ മാറ്റുന്നത് ശരിയാവില്ല എന്നും അത് ലോകത്തെ മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ വേദിയായി ഹജ്ജിനെ മാറ്റിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സംസാരിക്കുകയാണ്. ആ വിഷയത്തോട്, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനോട് തനിക്കുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ, അത്തരമൊരു സമ്മേളനം നടക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുമ്പോൾ തന്നെ മൊയ്തു ഹാജി ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്ത് സ്വാതന്ത്ര്യലബ്ധിക്ക് മുന്നേ തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ഞങ്ങൾക്കറിയാം എന്ന രീതിയിൽ അദ്ദേഹം ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ലോകമഹായുദ്ധത്തിന് ശേഷം ലോക രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നും ലോകത്തിൻ്റെ ഭാവി രാഷ്ട്രീയം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചും മൊയ്തു ഹാജിക്കുള്ള വളരെ ഗംഭീരമായ ഒരു കാഴ്ചപ്പാട് ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നതാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ കൂടുതൽ ഐക്യവും കൂടുതൽ ഒരു ഓപ്പണായ സമ്പദ് വ്യവസ്ഥയും നിലവിൽ വരണമെന്നും വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര വാണിജ്യ ഇടപാടുകൾ ശക്തിപ്പെടണമെന്നും അത് ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ രീതിയിലുള്ള സംവാദങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കണമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഈ പുസ്തകത്തിൽ ചെറിയ ചില വാക്കുകളിലൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വയനാട്ടിലെ തരുവണ എന്ന വളരെ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്ന്
ഹജ്ജിന് പോയ മൊയ്തു ഹാജി, തരുവണയിലെ തന്നെ ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് ബിരുദധാരിയും കൂടിയ ഒരാൾ കൂടിയാണ് മൊയ്തു ഹാജി. ആ മൊയ്തു ഹാജി അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ലോക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ഉപയോഗപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളമുള്ള പല സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൂടി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശദീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ഇന്തോനേഷ്യയിലെ സുഖാർത്തോ അടക്കം പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ, ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കുന്ന ഒരു യോഗത്തിൽ ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം കിട്ടുമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും ഇന്ത്യയുടെ ചരിത്രത്തെയും ആ ഇന്തോനേഷ്യക്കാർ വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൽ, ഒരു സദസ്സിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആവേശഭരിതനായി മൊയ്തു ഹാജി സംസാരിക്കുന്നത് ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ താൻ താമസിക്കുന്ന ഹോട്ടലിൽ ഇന്ത്യക്കാർക്ക് റിസർവ് ചെയ്ത മുറി മാറ്റി ഇംഗ്ലീഷുകാരായ ആളുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കാരായ ആളുകൾക്കുള്ള സൗകര്യം നിഷേധിച്ചതിനെ സംബന്ധിച്ച് അതിന് കാരണക്കാരായ ആളുകളെ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ആ സൗകര്യം ചെയ്തത്, ആ ഇംഗ്ലീഷ് യാത്രികരുടെ തലവനെ തന്നെ കണ്ട് സംസാരിക്കുന്നതിനും അദ്ദേഹം മൊയ്തു ഹാജിയോട് സോറി പറയുന്നതും തുടർന്ന് അവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാവുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ മൊയ്തു ഹാജിയെ ക്ഷണിക്കുന്നതും അവരൊരു ദിവസം ഒന്നിച്ച് നിൽക്കുന്നതുമൊക്കെ ഈ പുസ്തകത്തിൽ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. തരുവണ എന്ന വളരെ ചെറിയ ഒരു സ്ഥലത്ത് നിന്ന് ലോകത്തിലേക്ക് മൊയ്തു ഹാജി നടത്തിയ ഈ യാത്രയിൽ മറ്റൊരു കാര്യം, സൗദ് രാജാവിൻ്റെ മകൻ ഫൈസൽ രാജാവിന് മൊയ്തു ഹാജി അവിടുന്ന് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. ഈ യാത്രയിലുടനീളം ബ്രിട്ടീഷ് ഇന്ത്യയിലെ വ്യത്യസ്ത ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം സമീപിക്കുകയും തൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നതും നമുക്ക് കാണാം. തീർച്ചയായും തരുവണ എന്ന ചെറിയ വയനാട്ടിലെ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിലേക്ക് വളർന്ന, തൻ്റെ പരിമിതികളെ ആകെ അതിലംഘിച്ച് ലോകത്തിലെ ഏത് രാജ്യക്കാരോടും ഏത് ഭാഷക്കാരോടും സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും തൻ്റെയും കാര്യങ്ങൾ പറയുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി ഈ പുസ്തകം വളരെ കൃത്യമായി വെളിവാക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ മറ്റൊരു കാര്യം. ഒരു മതേതര ജനാധിപത്യവാദിയായി ജീവിതാവസാനം വരെ ജീവിച്ച, രാഷ്ട്രീയ നിലപാടുകൾ അതിനനുസരിച്ച് സ്വീകരിച്ച മൊയ്തു ഹാജിയുടെ ഈ പുസ്തകം മറ്റൊരു കാര്യം കൊണ്ടുകൂടി ശ്രദ്ധേയമാണ്. ഒരു ഹജ്ജ് യാത്രാ വിവരണം എന്ന രീതിയിൽ അക്കാലത്ത് ഹജ്ജിൻ്റെ പുണ്യങ്ങളെക്കുറിച്ച്, ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച്, ഹജ്ജിലെ നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകമേ അല്ല ഇത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പരാമർശിച്ചു പോകുന്നുണ്ട്, വളരെ ചെറിയ വാചകങ്ങളിൽ എന്നത് ഒഴിച്ചു നിർത്തിയാൽ. അദ്ദേഹം ഹജ്ജ് ചെയ്ത ആ ഹജ്ജിന് വേണ്ടി നടത്തിയ ആ യാത്രയെപ്പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി, അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ വ്യക്തിത്വത്തിൻ്റെ ഒരു ഒരു എക്സ്പ്ലനേഷനായി, അതിൻ്റെ ഒരു വിവരണമായി നമുക്ക് മുമ്പിൽ ഈ പുസ്തകം തുറന്നിടുകയാണ്. തീർച്ചയായും മൊയ്തു ഹാജിയുടെ കുടുംബക്കാരനെന്ന നിലയിൽ, മൊയ്തു ഹാജിയുടെ പൈതൃകം അവകാശപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഈ പുസ്തകം നമുക്ക് തരുന്ന വലിയ അഭിമാനമുണ്ട്. അതോടൊപ്പം കേരളത്തിലെ വയനാട്ടിലെ ആദ്യത്തെ ഹജ്ജ് യാത്ര പുസ്തകം എഴുതിയ ആൾ വയനാട്ടുകാരനാണ്, തരുവണക്കാരനാണ് എന്ന സന്തോഷവും നമുക്ക് തരുന്നുണ്ട്. ഒരു കാലത്തേക്ക്, ഒരു ലോകത്തിലേക്ക് വളരെ ചെറിയ പേജുകളിലൂടെ നടത്തുന്ന ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകം. ഇങ്ങനെയും അന്ന് ആളുകൾ വയനാട്ടിലുണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഒരു തെളിവായി ഈ പുസ്തകം ലോകത്തിലെവിടെയും നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. മൊയ്തു ഹാജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.